സർവകലാശാലകളിലെ കാവ്യവൽക്കരണം എന്നാരോപിച്ചുകൊണ്ട് SFI പ്രവർത്തകർ രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നു. മാർച്ച് രാജ്ഭവന് മുന്നിലെത്തി മുദ്രാവാക്യം വിളികളുമായി SFI പ്രവർത്തകർ രാജ്ഭവന് മുന്നിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. 2-3 ദിവസങ്ങളായി ഇത്തരത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ സർവകലാശാലയെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമം അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധ മാർച്ചും ധർണയും ഉപരോധവും ഒക്കെ സംഘടിപ്പിക്കുന്നു. അതിന്റെ ഭാഗമായി ഇന്നും SFI രാജ്ഭവനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നു. പ്രതിഷേധ മാർച്ചിൽ പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി രാജ്ഭവന് മുന്നിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം സർവകലാശാല ആസ്ഥാനത്തേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് അക്രമാസക്തമായി സംഘർഷഭരിതമായി. ഇന്നും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മറ്റ് ഇടതു സംഘടന വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ അങ്ങോട്ടേക്ക് നടത്തിയ മാർച്ചും സമരമുഖരിതമായിരുന്നു. ഇന്ന് സർവകലാശാല ആസ്ഥാനം പോലീസിന്റെ ഇടപെടലുണ്ടായി. തുടർന്ന് സാഹചര്യം ശാന്തമാവുകയായിരുന്നു. ഇപ്പോഴത്തെ വീണ്ടും SFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് രാജ്ഭവനിലേക്ക് എത്തിയിട്ടുണ്ട്. രാജ്ഭവനിലേക്ക് SFI നടത്തിയ മാർച്ചിൽ പോലീസ് ജലപീരങ്കി പ്രയോഗം നടത്തുന്നു. 2ാം റൗണ്ടാണ് ജലപീരങ്കി പ്രയോഗിക്കുന്നത് പ്രവർത്തകർക്ക് നേരെ. പ്രവർത്തകരെ പ്രതിരോധിക്കാനായി നിരത്തിയ ബാരിക്കേഡുകൾ മറിച്ചിടാനുള്ള ശ്രമവും മറികടക്കാനുള്ള ശ്രമവും പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. ജിബിൻ JB വിവരങ്ങളുമായി ചേരുന്നു. ജിബിൻ, പ്രവർത്തകർ അക്രമാസക്തമാകുന്നതും ജലപീരങ്കി പ്രയോഗവും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എന്താണ് അവിടുത്തെ സ്ഥിതി ഇപ്പോൾ? നിലവിൽ മാർച്ച് അക്രമാസക്തമാണ്. പോലീസ് 3ാം തവണയാണ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. പക്ഷേ പ്രവർത്തകർ പിന്തിരിയാൻ തയ്യാറായിട്ടില്ല. അവർ ഈ ഇടതുവശത്തുള്ള ബാരിക്കേഡ് ഏകദേശം പൂർണ്ണമായി തകരുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ബാരിക്കേഡിന്റെ 2 ഭാഗങ്ങൾ പ്രവർത്തകർ പൂർണ്ണമായി മാറ്റി. ഒരു ലെയർ കൂടിയാണ് ഇതിന്റെ ഇടയിലുള്ളത്. അതുകൂടി പ്രവർത്തകർക്ക് പൊളിക്കാൻ സാധിച്ചാൽ അവർക്ക് രാജ്ഭവന്റെ അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3 റൗണ്ട് പ്രൊട്ടക്ഷനാണ് പോലീസ് ഒരുക്കിയിരുന്നത്. ആദ്യം പ്രവർത്തകർ വെള്ളയമ്പലം ഭാഗത്തുനിന്ന് വരുമ്പോൾ അവരെ തടയാൻ വേണ്ടി അവിടെ ഒരു റൗണ്ട് ബാരിക്കേഡ് ഒരുക്കിയിരുന്നു. അതിനുശേഷം പോലീസിന്റെ ബസ്സുകൾ നിരത്തിക്കൊണ്ട് റോഡിന്റെ മധ്യത്തിൽ നിരത്തിക്കൊണ്ട് വീണ്ടും ഒരു കവചം ഒരുക്കി. 3ാമതായി അത് മറികടന്നും പ്രവർത്തകർ എത്തിക്കഴിഞ്ഞാൽ രാജ്ഭവന്റെ അകത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി അവിടെ ബാരിക്കേഡ് പോലീസ് ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ആദ്യം വെച്ചിരുന്ന വെള്ളയമ്പലം ഭാഗത്ത് നിന്ന് അകത്തേക്ക് വരുമ്പോൾ വെള്ളയമ്പലം ബിഷപ്പ് ഹൗസിന് സമീപത്തായി വെച്ചിരുന്ന ബാരിക്കേഡാണ് പ്രവർത്തകർ ഇപ്പോൾ ഒരു വശത്തേക്ക് ചരിച്ചിരിക്കുന്നത്. അത് പ്രവർത്തകർക്ക് മറികടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പ്രവർത്തകർ ഏത് നിമിഷവും അകത്തേക്ക് പോകുമെന്നുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ നിലവിലുള്ളത്. പോലീസ് പക്ഷേ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി അവർ ജലപീരങ്കി ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു ശ്രമം നടത്തുന്നത്. പോലീസ് ഈ ബാരിക്കേഡ് ഇടാതിരിക്കാൻ വേണ്ടി കൂടുതൽ പോലീസ് ഇങ്ങോട്ടേക്ക് എത്തി ബാരിക്കേഡുകൾ സുരക്ഷ ഒരുക്കുന്ന സാഹചര്യം കൂടി നിലവിലുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സംഘർഷ സാധ്യത ഇപ്പോഴും രാജ്ഭവന് മുന്നിൽ നിലനിൽക്കുകയാണ്. നേരത്തെ ആദ്യഘട്ടത്തിൽ ഈ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് DYFI പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ആ പ്രവർത്തകരും SFIയുടെ പ്രവർത്തകരും ഒന്നിച്ചാണ് ഇപ്പോൾ ഈ രാജ്ഭവന്റെ മുന്നിലേക്ക് ഒരു പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് SFI പ്രവർത്തകർ ബാരിക്കേഡ് മറികടത്തെത്തുന്നത്. സമാന രീതിയിലുള്ള ഒരു സാഹചര്യം ഇവിടെ ഇപ്പോൾ നിലനിൽക്കുകയാണ്. പ്രവർത്തകർ ബാരിക്കേഡിന്റെ ഒരു വശത്തു കൂടി ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുകയാണ്. അത് വിജയം കാണാതിരിക്കാൻ വേണ്ടിയാണ് പോലീസ് ഇപ്പോൾ സുരക്ഷ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാം ഈ ബാരിക്കേഡിന്റെ വലതുവശത്തു കൂടിയാണ് പ്രവർത്തകർ അകത്തേക്ക് കയറാനായി ഇപ്പോൾ പൂർണ്ണമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബാരിക്കേഡ് തകരാതിരിക്കാൻ വേണ്ടി വടം കെട്ടി അവർ മരത്തിലും വടത്തിലും പോസ്റ്റിലും ഒക്കെ കെട്ടിയിട്ടുണ്ട്. എങ്കിലും പ്രവർത്തകർ അത്രത്തോളം ഉണ്ട്. ആ പ്രവർത്തകരെല്ലാം ചേർന്നുകൊണ്ട് പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചിട്ട് പോലും 3 റൗണ്ട് ജലപീരങ്കി ഉപയോഗിച്ചിട്ട് പോലും പ്രവർത്തകർ അത് പിന്തിരിക്കി പോകാതെ വീണ്ടും ബാരിക്കേഡ് മറിച്ചിടാനുള്ള ഒരു ശ്രമമായിട്ടാണ് പ്രവർത്തകർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. SFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. രാജ്ഭവനിലേക്ക് ബാരിക്കേഡുകൾ മറിച്ചിട്ട് ഉള്ളിലേക്ക് കടക്കാനുള്ള ശ്രമങ്ങളാണ് SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. അത് തടയാൻ ശക്തമായ ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. പോലീസ് ബാരിക്കേഡുകൾ ബലമായി പിടിച്ചു വയ്ക്കുകയും ഒപ്പം അകത്തേക്ക് കടക്കാനുള്ള ശ്രമങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. 3 തവണ പ്രവർത്തകർക്ക് നേരെ ഇതിനോടകം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു.